പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് അഷ്ടമിരോഹിണിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. ഭൂമിഭാരം തീർക്കുന്നതിന് വേണ്ടി ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും അപേക്ഷ മാനിച്ച് ബ്രഹ്മാവിനും മഹാദേവനുമൊപ്പം വൈകുണ്ഠാധിപതിയായ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും ഭഗവാൻ അവരോട് ഞാൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി മനുഷ്യാവതാരം എടുക്കാമെന്നുള്ള സമാധാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ മധുരയിൽ അവതാരം ചെയ്ത കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പലരും പാടിയും പറഞ്ഞും നൂറ്റാണ്ടുകളായി, എത്രയോ സഹസ്രാബ്ദങ്ങളായി പറഞ്ഞു പോകുന്ന ഭഗവാന്റെ കഥകൾ മഹാവിഷ്ണുവിൻ്റെ തിരുവവതാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂർണ്ണ പുണ്യാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച ഇന്ന് അഷ്ടമിരോഹിണി. ഭഗവാന്റെ ജന്മത്തിന് കാരണമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഭൂമിഭാരം തീർക്കുന്നതിന് വേണ്ടിയും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുമാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത്. അധർമ്മികളെ ഉന്മൂലനം ചെയ്യുന്നതിനാണ് ഭഗവാന്റെ അവതാരമെങ്കിലും ഭഗവാൻ ജീവിച്ചിരുന്ന 125 വർഷക്കാലവും എല്ലാ ജനങ്ങളുടെയും സംരക്ഷണം, അതുപോലെ ദുഷ്ടന്മാരുടെ ഉന്മൂലനം, അവർക്കും സായുജ്യം ഭഗവാൻ കൊടുത്തു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതൊക്കെയാണെങ്കിലും ഭഗവാൻ ഒരു വ്യക്തി എങ്ങനെ പ്രായോഗികമായി വിജയകരമായിട്ടുള്ള ജീവിതം നയിക്കാമെന്നുള്ളത് മാനവർക്ക് കാണിച്ചു തന്ന അവതാരം കൂടിയായിരുന്നു. ഭഗവത്ഗീത പോലെയൊരു ബൃഹത്തായ ഉപദേശ സംഹിത ലോകത്തെവിടെയും, അതുപോലെ ഏതൊരു വ്യക്തിക്കും അനുവർത്തിക്കാവുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്നും എല്ലാവർക്കും അറിയാം. ഇതുപോലൊരു മാനേജ്മെൻറ്റ് ബുക്ക് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല. അതായത് ഏത് ജീവിത സാഹചര്യത്തെയും അഭിമുഖീകരിച്ച് ഒരു വ്യക്തിക്ക് ജീവിത സാഫല്യം നേടാനുള്ള, വിജയം നേടാനുള്ള കരുത്ത്, മാനസികമായ ധൈര്യം, പ്രവൃത്തിപരമായ വിജയം എല്ലാത്തിനും ഉതകുന്നതാണ് ഭഗവത്ഗീത. ഭഗവാൻ കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനനോട് ഉപദേശിച്ചു കൊടുത്തത്. അത് വേണ്ടത്ര രീതിയിൽ എല്ലാവരും പഠിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പല ദുഃഖ ദുരിതങ്ങൾക്കും കാരണം. ഭഗവാനും നമ്മൾ ഒന്നാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭഗവാൻ തന്നെ പരബ്രഹ്മ സ്വരൂപമാണെന്നും നമ്മളൊക്കെ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ അംശങ്ങളാണെന്നും ഭക്തനും ഭഗവാനും തമ്മിൽ ഭിന്നരല്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. സകല ഇതിഹാസങ്ങളുടെയും വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും എല്ലാം കാച്ചിക്കുറുക്കിയ എന്ന് വേണം ഭഗവത്ഗീതയെ പറയാൻ. അതുപോലെ തന്നെ സാരസർവസ്വമാണ് ഇതിഹാസത്തിൻ്റെയും വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ ഭാഗവതത്തിൻ്റെയും ഒക്കെ സാരസർവസ്വമാണ് ഭഗവത്ഗീത. അതുപോലെ തന്നെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി സമ്മാനിച്ച സംസ്കൃത പദാവലികൾ കോർത്തിണക്കിയ മനോഹരമായ മുത്തുമാല പോലെയുള്ള ഭക്തൻ്റെ മാനസം കവരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ ഉൾപ്പെടുന്ന ആ മനോഹരമായ കാവ്യം മഹാകവിയുടെ മനസ്സിലൂടെ
ഭക്തർക്കു വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നാരായണീയത്തിലുള്ളത്. ഈ നാരായണീയം യഥാവിധി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾക്ക് വേണ്ട. ഈ പുസ്തകം മാത്രം മതി ജീവിത വിജയത്തിനെന്ന് ഭട്ടതിരിപ്പാടിൻ്റെ ഈ പുസ്തകം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് കവികൾ ഭഗവാന്റെ ജന്മത്തെ വാഴ്ത്തി വർണ്ണിച്ച് ഒക്കെ പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയതും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഭഗവാന്റെ അവതാരം വർണ്ണിച്ചുകൊണ്ടുള്ള ദശകമാണ്. അത് ഞാൻ അതിൻ്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രം എൻ്റേതായ എളിയ രീതിയിൽ ഒന്ന് ചൊല്ലാം. ദശകം മുഴുവൻ ചൊല്ലി റെക്കോർഡ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ വേണം. അതുകൊണ്ട് 2 ശ്ലോകങ്ങൾ മാത്രം അതിലെ ചൊല്ലാം. ഏറ്റവും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഈ നാരായണീയം, അപ്പോൾ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാന്റെ പൂർണ്ണ പുണ്യാവതാരത്തിനെ വർണ്ണിക്കുന്ന ആ ദശകത്തിലെ 2 ശ്ലോകങ്ങൾ. ശ്രീകൃഷ്ണാവതാരം. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ആനന്ദരൂപ ഭഗവൻ ഐ ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണേ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതീ വിരുരുജേ കില വർഷവേലാം. ആശാസു ശീതളതരാസു പയോധതോയൈർ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗദാം ത്വമിഹാവിരാസി. നാരായണ 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 നാരായണ. അഖില ഗുരോ ഭഗവൻ നമസ്തേ. തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഢൂര്യകിരീടകുണ്ഡല ത്വിഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ച്യംഗതകങ്കണാദിഭി വിരോജമാനം വസുദേവൈഷദാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അതായത് ഭഗവാന്റെ ജനനം ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ്. വർഷകാലത്താണ് ഭഗവാനെ ദേവകീദേവി പ്രസവിച്ചത്. ആകാശമാകെ ശ്യാമവർണ്ണമായിട്ടുള്ള കാർമേഘ പടലങ്ങൾ വ്യാപിച്ചിരുന്നു. മേഘശ്യാമനായ ഭഗവാന്റെ ദേഹത്തിൽ നിന്നും പ്രസരിക്കുന്ന കാന്തി സമൂഹങ്ങളാണെന്ന് തോന്നുമാറ് മനോഹരമോ ശാന്തി നൽകുന്നതുമായിരുന്നു ആ മേഘമണ്ഡലമാകെ. മേഘങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ശ്യാമവർണ്ണനാണല്ലോ ഭഗവാൻ. മേഘവർണ്ണനാണ്, ശ്യാമവർണ്ണനാണ്. ആകാശത്തോട് ആ മേഘങ്ങളാൽ, അതായത് കറുത്ത മേഘങ്ങളാൽ ചെയ്യപ്പെട്ട ആകാശത്തോടു കൂടിയ വർഷകാലം കാർമേഘവർണ്ണനായ ഭഗവാന്റെ അവതാരത്തിന് പശ്ചാത്തലമായിട്ട് ശോഭിച്ചു. ഭഗവാന്റെ ആ പൂർണ്ണ പുണ്യാവതാരം അങ്ങനെ ഭൂമിയിൽ മനുഷ്യർക്കെല്ലാവർക്കും സന്തോഷത്തിനും സമാധാനത്തിനും ആയിട്ട് അവതരിച്ച പുണ്യദിനമായിട്ടുള്ള അഷ്ടമിരോഹിണി ദിനത്തിൽ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ.